ഗുരുവായൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണം. വൃദ്ധയെ തള്ളിവീഴ്ത്തി പരിക്കേൽപ്പിച്ചതായി പരാതി. ഗുരുവായൂർ പോലീസിനെതിരെ അതീവ ഗുരുതരമായ ആരോപണവുമായി ഒരു കുടുംബം രംഗത്ത്. കളിസ്ഥലത്തുണ്ടായ അടിപിടി കേസിലെ പ്രതിയെ തിരഞ്ഞെത്തിയ പോലീസ് സംഘം വീടുകയറി അതിക്രമം കാണിച്ചതായും 65 വയസ്സുള്ള വൃദ്ധയെ തള്ളിവീഴ്ത്തി പരിക്കേൽപ്പിച്ചതായും പരാതി. ചാവക്കാട് താമരയൂർ സ്വദേശിനിയും രായമരക്കാർ വീട്ടിൽ ജമീലയ്ക്കാണ് പോലീസിന്റെ മർദ്ദനമേറ്റത്. പരിക്കേറ്റ ജമീലയെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹയാത്ത് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസിനെതിരെ മേലധികാരികൾക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ബുധനാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റോടെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ജമീലയുടെ മകളുടെ മകനായ മുഹമ്മദ് റിസാൽ പ്രതിയായ ഒരു കേസിന്റെ അന്വേഷണാർത്ഥമാണ് ഗുരുവായൂർ പോലീസ് സംഘം താമരയൂരിലെ വാടക വീട്ടിലെത്തിയത്. ഈ സമയത്ത് ജമീല മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. റിസാൽ വീട്ടിലില്ലെന്ന് അറിയിച്ചെങ്കിലും പോലീസ് ഇത് കൂട്ടാക്കാതെ വീടിനകത്ത് കയറി പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനയ്ക്കിടെ വീട്ടിലെ അലമാര തുറക്കാൻ സിവിൽ വേഷത്തിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു. വ്യാജ തെളിവുകൾ ഉണ്ടാക്കാനായി എന്തെങ്കിലും ഒളിപ്പിക്കാനാണോ അലമാര തുറക്കുന്നത് എന്ന് ചോദിച്ച് ജമീല പോലീസുകാരനെ തടഞ്ഞു. ഇതിൽ പ്രകോപിതനായ പോലീസ് ഉദ്യോഗസ്ഥൻ ജമീലയുടെ മുഖത്ത് പിടിച്ചു തള്ളുകയായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തള്ളലിൽ നിലത്ത് വീണ വൃദ്ധയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗർഭപാത്രം ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ നേരത്തെ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലായതിനാൽ താൽക്കാലിക ചികിത്സയുമായി ശസ്ത്രക്രിയ നീട്ടിവെച്ച് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു ജമീല. എന്നാൽ പോലീസ് പിടിച്ചു തള്ളുകയും നിലത്ത് വീഴുകയും ചെയ്തതോടെ ഇവരുടെ ഈ അസുഖം അതീവ ഗുരുതരമാവുകയും മൂത്രം പോകാത്ത നിലയിൽ ആരോഗ്യനില വഷളാവുകയുമായിരുന്നു. അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം പരിക്കേറ്റ വൃദ്ധയെ വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് ജമീലയുടെ മകൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഉമ്മ നിലത്ത് കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെ പോലീസ് വീണ്ടും സ്ഥലത്തെത്തി. ആശുപത്രിയിൽ പോകാൻ ധൃതിപ്പെട്ട ജമീലയോടും മകളോടും പോലീസ് ചോദ്യം ചെയ്യലിന് സഹകരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉമ്മയുടെ ആരോഗ്യനില മോശമാണെന്നും ആശുപത്രിയിൽ പോകണമെന്നും പറഞ്ഞ് ഇവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിക്കുകയായിരുന്നു. ആളൂരിലെ കളിസ്ഥലത്ത് വെച്ച് യുവാക്കൾ തമ്മിലുണ്ടായ അടിപിടി കേസിലാണ് ജമീലയുടെ പേരക്കുട്ടിയായ റിസാൽ പ്രതിയാകുന്നത്. ഈ കേസിൽ 4 പേരെ പോലീസ് ഇതിനോടകം റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കേസിൽ FIR ഇട്ടതിനെ തുടർന്ന് റിസാൽ നിലവിൽ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനാണ് പോലീസ് ജമീല താമസിക്കുന്ന വീട്ടിൽ പരിശോധന നടത്തിയത്. സംഭവം നടക്കുമ്പോൾ വീട്ടിൽ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പരിധി ലംഘിച്ചാണ് പെരുമാറിയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് വക്കീൽ മുഖാന്തരം മുഖ്യമന്ത്രി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്ന് കുടുംബം വ്യക്തമാക്കി.